TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ഹയർ സെക്കൻഡറി +1 സുവോളജി കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ റിവിഷനും മോഡൽ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണിത്. ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്കുകൾ ഹൈപ്പോതലാമസുമായിട്ട് ബന്ധപ്പെട്ട് ഫങ്ഷൻ ഓഫ് GnRH സൊമാറ്റോസ്റ്റാറ്റിൻ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് ഫങ്ഷൻസ് ഓഫ് GH, TSH, FSH, ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ, ജൈജാൻറ്റിസം, അക്രോമെഗളി, ഡോർഫിസം, ഡയബറ്റിസ് ഇൻസിപ്പിഡസ്, പീനിയൽ ഗ്ലാൻഡ്, തൈറോയിഡ് ഗ്ലാൻഡ്, അതിൻ്റെ ഫങ്ഷൻസ് ഓഫ് തൈറോയിഡ് ഹോർമോൺസ്, പാരാതൈറോയിഡ്, അഡ്രീനൽ ഗ്ലാൻഡിലെ എമർജൻസി ഹോർമോൺസ്, പാൻക്രിയാസിലെ ഹോർമോൺസ് ആൻഡ് ദെയർ ഫങ്ഷൻ, ടെസ്റ്റിസിൽ ലൈഡിക് സെൽസ്, ആൻഡ്രോജൻസ്, ഓവറിയിൽ കോർപ്പസ് ലൂട്ടിയം, പ്രൊജസ്ട്രോൺ, ഈസ്ട്രോജൻ, ഹോർമോൺസ് ഓഫ് ഹാർട്ട്, കിഡ്നി ആൻഡ് ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്. ഈ ടോപ്പിക്കിൽ ഏട്രിയൽ നാട്രി യൂററ്റിക് ഫാക്ടർ, എറിത്രോപോയിറ്റിൻ ഇവയാണ് നമുക്ക് ഫോക്കസ് ഏരിയയിൽ പഠിക്കാനുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസുമായിട്ട് ബന്ധപ്പെട്ട് ഫങ്ഷൻ ഓഫ് GnRH ആൻഡ് സൊമാറ്റോസ്റ്റാറ്റിൻ. എന്താണ് GnRH? ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ ആണ്. എന്താണ് GnRH എന്ന് പറയുന്നത്? ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ. അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഗൊണാഡോട്രോഫിൻ എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന FSH, LH തുടങ്ങിയ ഹോർമോൺസ് ആണ് ഗൊണാഡോട്രോഫിൻസ്. അതിനെ റിലീസ് ചെയ്യാനുള്ള ഹോർമോൺസ്. ഹൈപ്പോതലാമസ് റിലീസിങ് ഹോർമോൺസും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, ഇൻഹിബിറ്റിംഗ് ഹോർമോൺസും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ റിലീസിങ് ഹോർമോണിന് എക്സാമ്പിളാണ് GnRH, ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും ഗൊണാഡോട്രോഫിൻസിനെ റിലീസ് ചെയ്യാൻ ഉള്ള സ്റ്റിമുലസ് കൊടുക്കുന്ന ഹോർമോണാണ് GnRH. GnRH is a releasing hormone which stimulates the pituitary synthesis and release of gonadotropins. Pituitary gland ഗൊണാഡോട്രോഫിൻസിനെ സിന്തസിസ് ചെയ്യാനും അതിനെ റിലീസ് ചെയ്യാനുമുള്ള സ്റ്റിമുലസ് കൊടുക്കുന്ന റിലീസിങ് ഹോർമോണാണ് GnRH. ഇനി സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. എന്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ്? ഗ്രോത്ത് ഹോർമോണിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഗ്രോത്ത് ഹോർമോണിനെ അത് ആവശ്യത്തിനായി കഴിഞ്ഞാൽ അത് പിന്നെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യാനുള്ള സിഗ്നൽ കൊടുക്കുന്ന ഇൻഹിബിറ്റിംഗ് ഹോർമോണാണ് സൊമാറ്റോസ്റ്റാറ്റിൻ. സൊമാറ്റോസ്റ്റാറ്റിൻ ഈസ് ആൻ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ഫ്രം ദ ഹൈപ്പോതലാമസ്, ഇൻഹിബിറ്റ് ദ റിലീസ് ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഫ്രം ദ പിറ്റ്യൂട്ടറി. ഓർക്കുക, GnRH റിലീസിംഗ് ഹോർമോണാണ്, സൊമാറ്റോസ്റ്റാറ്റിൻ ഇൻഹിബിറ്റിംഗ് ഹോർമോണാണ്. ഇനി പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് വരുമ്പോൾ ഫങ്ഷൻസ് ഓഫ് GH ഗ്രോത്ത് ഹോർമോണ്, TSH തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണ്, FSH ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണ്, ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ, ഇത്രയും ഹോർമോൺസിൻ്റെ ഫങ്ഷൻസും പിന്നെ ഗ്രോത്ത് ഹോർമോൺസുമായിട്ട് ബന്ധപ്പെട്ട ഡിസോർഡേഴ്സാണ് ജൈജാൻറ്റിസം, അക്രോമെഗളി, ഡോർഫിസം. പിന്നെ ഡയബറ്റിസ് ഇൻസിപ്പിഡസ്, അത് വാസോപ്രസിനുമായിട്ട് ബന്ധപ്പെട്ട ഡിസോർഡറാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഇത്രയുമാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ ജൈജാൻറ്റിസം ആൻഡ് ഡോർഫിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ. ആ ഗ്രോത്ത് ഹോർമോൺ ആവശ്യത്തിലധികം സെക്രീറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതുകൊണ്ടുണ്ടാകാവുന്ന ഒരു പ്രോബ്ലമാണ് ജൈജാൻറ്റിസം. ഇനി ആവശ്യത്തിന് സെക്രീറ്റ് ചെയ്യാതിരുന്നാൽ ഉണ്ടാകാവുന്ന പ്രോബ്ലമാണ് ഡോർഫിസം. അപ്പോൾ ഓർക്കുക, ഓവർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ലീഡ്സ് ടു ജൈജാൻറ്റിസം. ലോ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ലീഡ്സ് ടു ഡോർഫിസം. Over secretion of growth hormone stimulates abnormal growth of the body leading to gigantism. Low secretion of growth hormone result in stunted growth, വളർച്ച മുരടിക്കുക, resulting in pituitary dwarfism. ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ഡിസോർഡറാണ് അക്രോമെഗളി. അതായത് ഗ്രോത്ത് ഹോർമോൺ അഡൽട്ടായി കഴിഞ്ഞതിന് ശേഷവും പിന്നെയും സെക്രീറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ
Excess secretion of growth hormone in adults leads to acromegaly. In middle age can result in severe disfigurement. ഷേപ്പ് മാറിപ്പോവുക, എസ്പെഷ്യലി ഓഫ് ദ ഫേസ്. ഫേഷ്യൽ ബോൺസിൻ്റെയൊക്കെ ഓവർ ഗ്രോത്ത് ഉണ്ടായിട്ട് മുഖത്തിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോകുന്ന അവസ്ഥയാണ്. വിച്ച് ലീഡ്സ് ടു എ സീരിയസ് കോംപ്ലിക്കേഷൻസ് ആൻഡ് പ്രിമച്വർ ഡെത്ത് ഇഫ് അൺചെക്ഡ്. അപ്പോൾ ദാറ്റ് പ്രോബ്ലം അക്രോമെഗളി. ഇപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ടത് ഓരോ ഹോർമോണും ഓരോ എൻഡോക്രൈൻ ഗ്ലാൻഡും അത് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണും അതിൻ്റെ ലോവർ സെക്രീഷനോ അല്ലെങ്കിൽ സെക്രീഷൻ കൂടുന്നത് കൊണ്ടോ ഉണ്ടാകാവുന്ന ഡിഫക്റ്റുകൾ ആണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഗ്രോത്ത് ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട 3 ഡിഫക്റ്റുകളാണ്. ഒന്ന്, ലോ സെക്രീഷൻ, ഗ്രോത്ത് ഹോർമോൺ കുറയുന്നത് കാരണം ഡോർഫിസം ഉണ്ടാകും. ഹൈ സെക്രീഷൻ, ഗ്രോത്ത് ഹോർമോൺ കൂടുന്നത് കാരണം ജൈജാൻറ്റിസം ഉണ്ടാകും. ഗ്രോത്ത് ഹോർമോൺ അഡൽട്ട് സ്റ്റേജിലും സെക്രീറ്റ് ചെയ്യപ്പെടുന്നത് കാരണം ഉണ്ടാകുന്ന പ്രശ്നമാണ് അക്രോമെഗളി. ഇനി പിറ്റ്യൂട്ടറി ഹോർമോൺസിൽ TSH. എന്താണ് TSH? തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യാനും വേണമെങ്കിൽ ചോദിക്കാം. TSH, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അപ്പോൾ പേരിൽ തന്നെ ഉണ്ട്. എന്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ്? തൈറോയിഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് തൈറോയിഡ് ഹോർമോൺസ് സെക്രീഷന് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഹോർമോണാണ് TSH. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന TSH സ്റ്റിമുലേറ്റ് ദ സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് തൈറോയിഡ് ഹോർമോൺസ് ഫ്രം ദ തൈറോയിഡ് ഗ്ലാൻഡ്. ഇനി FSH, LH ആൻഡ് FSH. LHും FSHും പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ്. അത് നേരത്തെ സൂചിപ്പിച്ചു. ഇവ ഗൊണാഡോട്രോഫിൻസ് ആണ്. ഗൊണാഡ്സിൽ ആക്ട് ചെയ്യുന്നതാണ്. ടെസ്റ്റിസിലും ഓവറിയിലും ആക്ട് ചെയ്യുന്ന ഹോർമോൺസ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് FSHൻ്റെ ഫംഗ്ഷനാണ് പഠിക്കാനുള്ളത്. FSHൻ്റെ മെയിൽസിലുള്ള ഫംഗ്ഷനും ഫീമെയിൽസിലുള്ള ഫംഗ്ഷനും അത് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചോദിക്കാവുന്നതാണ്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് FSH ഇൻ മെയിൽസ് ആൻഡ് ഫീമെയിൽസ്? മെയിൽസിൽ എന്താണ് FSH ചെയ്യുന്നത്? FSHും അതുപോലെ തന്നെ ടെസ്റ്റിസ് സെക്രീറ്റ് ചെയ്യുന്ന ആൻഡ്രോജൻസും റെഗുലേറ്റ് സ്പെർമറ്റോജെനിസിസ്. അപ്പോൾ FSH മെയിൽസിൽ എന്ത് ചെയ്യുന്നു? റെഗുലേറ്റ് സ്പെർമറ്റോജെനിസിസ്. ഇനി FSHന് ഫീമെയിൽസിൽ എന്താണ് റോള്? FSH സ്റ്റിമുലേറ്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഒവേറിയൻ ഫോളിക്കിൾസ് ഇൻ ഫീമെയിൽസ്. ഫീമെയിൽസിൽ ഒവേറിയൻ ഫോളിക്കിൾസിൻ്റെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും സഹായിക്കുന്നു. അപ്പോൾ FSHന് മെയിൽസിനും ഫീമെയിൽസിനുമുള്ള റോള് ശ്രദ്ധയോടെ ഓർത്തു വയ്ക്കുക. ഇനി ഓക്സിറ്റോസിൻ. ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുകയും പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്ന 2 ഹോർമോൺസ് ആണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഓക്സിറ്റോസിൻ ആക്ട്സ് ഓൺ സ്മൂത്ത് മസിൽസ് ഓഫ് അവർ ബോഡി ആൻഡ് സ്റ്റിമുലേറ്റ് ദെയർ കോൺട്രാക്ഷൻ. അപ്പോൾ അവിടെ പ്രത്യേകം ഓർക്കുക, ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് ഡെലിവറി ഹോർമോൺ ആണ്. അതായത് ഇറ്റ് സ്റ്റിമുലേറ്റ്സ് എ വിഗറസ് കോൺട്രാക്ഷൻ ഓഫ് യൂട്രസ് അറ്റ് ദ ടൈം ഓഫ് ചൈൽഡ് ബർത്ത്. ചൈൽഡ് ബർത്തിൻ്റെ സമയത്ത്, പ്രസവത്തിൻ്റെ സമയത്ത് യൂട്രസിലെ മയോമെട്രിയം കോൺട്രാക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്റ്റിമുലസ് കൊടുക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. പിന്നെ ഒരു ഫംഗ്ഷൻ കൂടിയുണ്ട്, ഇജക്ഷൻ ഓഫ് മിൽക്ക് ഫ്രം മാമറി ഗ്ലാൻഡ്. ഡെലിവറിക്ക് ശേഷം മാമറി ഗ്ലാൻഡിൽ നിന്നും മിൽക്ക് പുറത്തേക്ക് വരുന്നതിനുള്ള സ്റ്റിമുലസ് കൊടുക്കുന്നതും ഓക്സിറ്റോസിനാണ്. ഓർക്കുക, കോൺട്രാക്ഷൻ ഓഫ് യൂട്രസും മിൽക്ക് ഇജക്ഷൻ ഫ്രം ദ മാമറി ഗ്ലാൻഡും ഫംഗ്ഷൻ ഓഫ് ഓക്സിറ്റോസിനാണ്. ഇനി വാസോപ്രസിൻ. വാസോപ്രസിന് മറ്റൊരു പേര് കൂടെയുണ്ട്, ആൻറ്റി ഡൈയൂററ്റിക് ഹോർമോൺ അഥവാ ADH. ADH ആൻറ്റി ഡൈയൂററ്റിക്. ഡൈയൂറസിസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ലോസ് ഓഫ് വാട്ടർ ത്രൂ യൂറിൻ. യൂറിനിൽ കൂടെ ഒരുപാട് വെള്ളം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഡൈയൂറസിസ്. അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ADH എന്ന് പറയുമ്പോൾ വാട്ടറിൻ്റെ റീഅബ്സോർഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോണാണ് വാസോപ്രസിൻ. അപ്പം ബോഡിയിൽ വാട്ടറിൻ്റെ അളവ് കുറയുമ്പോൾ ADHൻ്റെ സെക്രീഷൻ കൂടുകയും കൂടുതൽ വാട്ടർ കിഡ്നി ട്യൂബ്യൂൾസിൽ നിന്നും റീഅബ്സോർബ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് വേനൽക്കാലത്ത് അല്ലെങ്കിൽ സമ്മർ സീസണിൽ യൂറിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നതിന് കാരണം. വിൻ്റർ സീസണിൽ അല്ലെങ്കിൽ കോൾഡ് ടൈമിൽ യൂറിൻ പ്രൊഡക്ഷൻ കൂടാൻ കാരണം ADHൻ്റെ സെക്രീഷൻ കുറയുന്നത് കൊണ്ടാണ്. അപ്പോൾ ADHൻ്റെ അളവും എമൗണ്ട് ഓഫ് യൂറിനും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ADHൻ്റെ അളവ് കൂടുമ്പോൾ യൂറിൻ്റെ അളവ് കുറയും. ADHൻ്റെ അളവ് കുറയുമ്പോൾ യൂറിൻ്റെ അളവ് കൂടും. ഇത് ആവശ്യത്തിന് സെക്രീറ്റ് ചെയ്യപ്പെടാതെ വരുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നമാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ആ ഡിസീസിനെ വിളിക്കുന്ന പേരാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്.
ഡയബറ്റിസ് ഇൻസിപ്പിഡസ് സമയത്ത് എന്താ സംഭവിക്കുക? ആവശ്യത്തിന് ADH സെക്രീറ്റ് ചെയ്യപ്പെടാതെ വരികയും കൂടുതൽ വാട്ടർ യൂറിനിൽ കൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഇനി പീനിയൽ ഗ്ലാൻഡിലേക്ക് വരുമ്പോൾ പീനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേര് മെലാറ്റോണിൻ. ഈ ഹോർമോണാണ് 24-hour റിതം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോൺ അഥവാ ഡയേണൽ റിതം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോൺ അല്ലെങ്കിൽ സ്ലീപ്പ് വേക്ക് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോൺ. അപ്പോൾ ഇത് പ്രത്യേകം ഓർമ്മിക്കുക. പീനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ മെലാറ്റോണിൻ. Melatonin plays a very important role in the regulation of a 24-hour rhythm or diurnal rhythm of our body. For example, it helps in maintaining the normal rhythms of sleep-wake cycle, body temperature. In addition, melatonin also influences metabolism, pigmentation, the menstrual cycle as well as our defense capability. അപ്പോൾ ഈ പോയിന്റ്സ് ഓർത്തിരിക്കുക. മെലാറ്റോണിൻ്റെ ഫങ്ഷൻസിൽ വരുന്നതാണ് influences metabolism, pigmentation, the menstrual cycle as well as defense capability. ഇനി തൈറോയിഡ് ഗ്ലാൻഡിലേക്ക് വരുമ്പോൾ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഫങ്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഹോർമോണാണ് തൈറോക്സിൻ. അപ്പോൾ തൈറോക്സിൻ റെഗുലേറ്റ് ദ ബേസൽ മെറ്റബോളിക് റേറ്റ് BMR. ടേം ഓർമ്മിക്കുക. BMR മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോൺ തൈറോയിഡ് ഹോർമോണാണ്. പിന്നെ ഇതെന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? സപ്പോർട്ട് ദ പ്രോസസ് ഓഫ് റെഡ് ബ്ലഡ് സെൽ ഫോർമേഷൻ, RBCയുടെ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൺട്രോൾ ദ മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ്സ്. Maintenance of water and electrolyte balance is also influenced by thyroid hormone. ഇനി തൈറോയിഡ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന മറ്റൊരു തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന മറ്റൊരു ഹോർമോൺ ഉണ്ട്. ദാറ്റ് ഈസ് തൈറോകാൽസിറ്റോണിൻ, TCT. ഷോർട്ട് ഫോമാണ് TCT. അതും എക്സ്പാൻഡ് ചെയ്യാൻ ആവശ്യപ്പെടാം. തൈറോകാൽസിറ്റോണിൻ. എന്താണ് ഇതിൻ്റെ ഫങ്ഷൻ? ഇറ്റ് റെഗുലേറ്റ് ദ ബ്ലഡ് കാൽഷ്യം ലെവൽ. അതായത് ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ അളവ് കൂടുമ്പോൾ അത് കുറയ്ക്കുന്ന ഹോർമോണാണ് തൈറോകാൽസിറ്റോണിൻ. അങ്ങനെയാണ് അത് റെഗുലേറ്റ് ചെയ്യുന്നത്. ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ അളവ് കൂടുമ്പോൾ അത് നമ്മുടെ ബോൺസിലും അതുപോലെ തന്നെ ടീത്തിലും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ് തൈറോകാൽസിറ്റോണിൻ. അപ്പോൾ പ്രത്യേകം ഓർമ്മിക്കുക, തൈറോകാൽസിറ്റോണിൻ എന്ന് പറയുന്നത് ബ്ലഡിൽ കാൽഷ്യം ലെവൽ കുറയ്ക്കുന്ന ഹോർമോണാണ് തൈറോകാൽസിറ്റോണിൻ. ഇനി പാരാതൈറോയിഡ് ഗ്ലാൻഡിലേക്ക് വരുമ്പോൾ പാരാതൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് പാരാതൈറോയിഡ് ഹോർമോൺ. ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട ഹോർമോണിൻ്റെ പേര് തന്നെയാണ് പാരാതൈറോയിഡ് ഹോർമോൺ, PTH. ഇതും കാൽഷ്യം റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ്. കാൽഷ്യം റെഗുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ കൂട്ടുന്ന ഹോർമോണാണ് പാരാതൈറോയിഡ് ഹോർമോൺ. തൈറോകാൽസിറ്റോണിൻ കാൽഷ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്ന ഹോർമോണാണ്. പാരാതൈറോയിഡ് ഹോർമോൺ ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ അളവ് കൂട്ടുന്ന ഹോർമോണാണ്. എങ്ങനെയൊക്കെ കാൽഷ്യത്തിൻ്റെ അളവ് കൂട്ടും? അതാണിത് ബോൺ റിസോപ്ഷൻ അഥവാ ഡിസൊല്യൂഷൻ ഓർ ഡീമിനറലൈസേഷൻ. ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ എല്ലിലും മറ്റുമൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള കാൽഷ്യത്തിനെ അലിയിപ്പിച്ച്, അതാണ് ഇവിടെ ഡീമിനറലൈസേഷൻ അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് അലിയിപ്പിച്ച് ബ്ലഡിലേക്ക് കാൽഷ്യത്തിനെ കൊണ്ടുവരും, ബോൺ റീഅബ്സോർപ്ഷൻ നടത്തിയിട്ട്. പിന്നെ മറ്റൊരു മെക്കാനിസമാണ് കിഡ്നി ട്യൂബ്യൂൾസിൽ കൂടുതൽ കാൽഷ്യത്തിൻ്റെ റീഅബ്സോർപ്ഷനുള്ള സ്റ്റിമുലസ് കൊടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇൻറ്റസ്റ്റൈനിൽ നിന്നും ഫുഡിൽ നിന്നും മാക്സിമം കാൽഷ്യം റീഅബ്സോർബ് ചെയ്യുക എന്നുള്ളത്. എനിവേ ഈ പാരാതൈറോയിഡ് ഹോർമോൺ എന്ന് പറയുന്നത് ഹൈപ്പർ കാൽസീമിക് ഹോർമോണാണ്. ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ അളവ് കൂട്ടുന്ന ഹോർമോണാണ്. ഹൈപ്പർ കാൽസീമിക് ഹോർമോണാണ് പാരാതൈറോയിഡ് ഹോർമോൺ. ഹൈപ്പോ കാൽസീമിക് ഹോർമോണാണ് തൈറോകാൽസിറ്റോണിൻ, TCT. ഇനി അഡ്രീനൽ ഗ്ലാൻഡിലേക്ക് വരുമ്പോൾ അതിൽ എമർജൻസി ഹോർമോൺസിനെ കുറിച്ചാണ് നമുക്ക് ഓർക്കാനുള്ളത്. ഫോക്കസ് ഏരിയയിൽ എമർജൻസി ഹോർമോൺ എന്ന് പറയുന്നത് അഡ്രിനാലിനും നോർ അഡ്രിനാലിനെയുമാണ് എമർജൻസി ഹോർമോൺസ് എന്ന് വിളിക്കുന്നത്. ഈ എമർജൻസി സിറ്റുവേഷൻസിൽ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണിത്. അതുകൊണ്ട് ഈ ഹോർമോൺസിനെ ഹോർമോൺസ് ഓഫ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഹോർമോൺസ് അഡ്രീനൽ ഗ്ലാൻഡിൽ അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ ആർ നോൺ എസ് എമർജൻസി ഹോർമോൺസ് അഥവാ ഹോർമോൺസ് ഓഫ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്.
അപ്പോൾ റാപ്പിഡ് സെക്രീഷനാണ് ഇൻ റെസ്പോൺസ് ടു സ്ട്രെസ് കണ്ടീഷൻസ്. അപ്പോൾ അത്തരം സിറ്റുവേഷൻസിൽ വരുമ്പോൾ കുറേ റെസ്പോൺസസ് ഉണ്ടാകുന്നുണ്ട്. ആ റെസ്പോൺസസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എന്തൊക്കെ റെസ്പോൺസസ് ആണ് ഈ അഡ്രിനാലിൻ ഉണ്ടാക്കുന്നത്? ഇൻക്രീസസ് അലേർട്ട്നെസ് കൂട്ടുന്നു. പ്യൂപ്പിലറി ഡയലേഷൻ, കണ്ണിലെ പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യുന്നു. പൈലോ ഇറക്ഷൻ, രോമങ്ങളിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക. റൈസിങ് ഓഫ് ഹെയർസ്, സ്വെറ്റിംഗ്, വിയർക്കൽ. ഇൻക്രീസ് ദ ഹാർട്ട് ബീറ്റ് കൂടുക. റേറ്റ് ഓഫ് റെസ്പിറേഷൻ കൂടുക. ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആക്കി മാറ്റുക. ഇൻ അഡീഷൻ ദേ ആൾസോ സ്റ്റിമുലേറ്റ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ അഡ്രീനൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന അഡ്രിനാലിൻ അഥവാ എമർജൻസി ഹോർമോൺസിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന റിയാക്ഷൻസ് ആണെന്ന് ഓർത്തു വയ്ക്കുക. ചിലപ്പോൾ ഈ റിയാക്ഷൻസ് തന്നിട്ട് ഏത് ഹോർമോണിൻ്റെ റെസ്പോൺസസ് ആണ് ഈ റിയാക്ഷൻസ് ഉണ്ടാക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ഇനി പാൻക്രിയാസിലേക്ക് വരുമ്പോൾ പാൻക്രിയാസിന് 2 പാർട്ടുണ്ട്. എൻഡോക്രൈൻ പാർട്ടും ഉണ്ട്, എക്സോക്രൈൻ പാർട്ടും ഉണ്ട്. അതിൽ എൻഡോക്രൈൻ പാർട്ട് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. അപ്പോൾ ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ 2 ടൈപ്പ് സെൽസ് ഉണ്ട്. ആൽഫ സെൽസും ഉണ്ട്, ബീറ്റ സെൽസും ഉണ്ട്. അതിൽ ആൽഫ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. ബീറ്റ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഇതിൽ നമുക്ക് ഇൻസുലിൻ്റെയും ഗ്ലൂക്കഗോണിൻ്റെയും ഫങ്ഷൻസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇൻസുലിൻ്റെ കാര്യത്തിൽ ഓർമ്മിക്കുക, ഇൻസുലിന് ബ്ലഡിലെ ഗ്ലൂക്കോസ് കുറയ്ക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. നമ്മൾ കഴിക്കുന്ന ഫുഡ് മെറ്റീരിയൽസിൽ ആവശ്യത്തിൽ അധികമുള്ള ഫുഡ് മെറ്റീരിയൽസിനെ എന്താക്കി മാറ്റും? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റി ലിവറിലും മറ്റുമൊക്കെ സൂക്ഷിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ആ റിയാക്ഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഹെപ്പറ്റോസൈറ്റ്സ് ലിവർ സെൽസിലും അതുപോലെ അഡിപ്പോസൈറ്റ്സ് ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന സെൽസിലും അങ്ങനെ ആക്ട് ചെയ്തിട്ട് ഗ്ലൂക്കോസിൻ്റെ അപ്ടേക്ക് ഇൻക്രീസ് ചെയ്ത് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന ഹോർമോണാണ് ഇൻസുലിൻ. അതുകൊണ്ട് ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുന്നത് കൊണ്ട് ഇൻസുലിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ എന്നാണ്. അപ്പോൾ ഇൻസുലിൻ ഈസ് എ ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ. ഇൻസുലിൻ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. അതുപോലെ ഗ്ലൈക്കോജെനിസിസിന് സഹായിക്കും. ഗ്ലൈക്കോജെനിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഗ്ലൈക്കോജെനിസിസ്. ഇനി ഗ്ലൂക്കഗോണിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത് ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടുന്ന ഹോർമോണാണ്. ഗ്ലൂക്കഗോൺ ഈസ് എ ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ. ഗ്ലൂക്കഗോൺ എന്ത് ചെയ്യും? ആക്ട്സ് മെയിൻലി ഓൺ ദ ലിവർ സെൽസ് ഹെപ്പറ്റോസൈറ്റ്സ് ആൻഡ് സ്റ്റിമുലേറ്റ്സ് ഗ്ലൈക്കോജനോലൈസിസ്. ഗ്ലൈക്കോജനോലൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഗ്ലൈക്കോജനോലൈസിസ്. അങ്ങനെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടും. അതുപോലെ തന്നെ സ്റ്റിമുലേറ്റ് ദ പ്രോസസ് ഓഫ് ഗ്ലൂക്കോനിയോജനിസിസ്. ഗ്ലൂക്കോനിയോജനിസിസ് എന്ന് പറഞ്ഞാൽ സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് ഫ്രം നോൺ കാർബോഹൈഡ്രേറ്റ് സോഴ്സസ്. അതായത് ഫാറ്റും പ്രോട്ടീനെയും ഒക്കെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഗ്ലൂക്കോനിയോജനിസിസ്. ഇനി ഡയബറ്റിസ് മെലിറ്റസ് എന്നൊരു ഡിസീസ് എന്താണ്? ആവശ്യത്തിന് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യാതെ വന്നാൽ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും, ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാകും. അപ്പോൾ പ്രൊലോങ്ഡ് ഹൈപ്പർ ഗ്ലൈസീമിയ ലീഡ്സ് ടു എ കോംപ്ലക്സ് ഡിസോർഡർ കാൾഡ് ഡയബറ്റിസ് മെലിറ്റസ് which is associated with the loss of glucose through urine and formation of harmful compound known as ketone bodies. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ ഒന്ന് ഓർത്ത് വയ്ക്കുക. എന്താണ്? ലോസ് ഓഫ് ഗ്ലൂക്കോസ് ത്രൂ യൂറിൻ ആൻഡ് ഫോർമേഷൻ ഓഫ് ഹാംഫുൾ കോമ്പൗണ്ട്സ് നോൺ as ketone bodies ഉണ്ടാകുന്ന ഡിസോർഡറിനെ വിളിക്കുന്ന പേരെന്താണ്? ഡയബറ്റിസ് മെലിറ്റസ്. ഇത് കമ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഡയബറ്റിസ് മെലിറ്റസും ഡയബറ്റിസ് ഇൻസിപ്പിഡസും. വാസോപ്രസിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്നതാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഇൻസുലിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്നതാണ് ഡയബറ്റിസ് മെലിറ്റസ്. അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് എന്താണ്? ഇൻസുലിൻ തെറാപ്പി, ഇൻസുലിൻ ഇഞ്ചെക്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇനി ഗൊണാഡ്സിൽ നമുക്ക് ടെസ്റ്റിസും ഓവറിയും പഠിക്കാനുണ്ട്. ടെസ്റ്റിസിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ടെസ്റ്റിസ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ധാരാളം സെമിനിഫറസ് ട്യൂബ്യൂൾസ് കൊണ്ടാണ്. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഇടയിൽ കാണുന്ന സെൽസിനെ വിളിക്കുന്ന പേരാണ് ലൈഡിക് സെൽസ് അല്ലെങ്കിൽ ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ്. എന്താണ്? ലൈഡിക് സെൽസോ അല്ലെങ്കിൽ ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ്.
അത് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിനെ വിളിക്കുന്ന പേരാണ് ആൻഡ്രോജൻസ്. ആ ആൻഡ്രോജൻസിന് ഒരു എക്സാമ്പിളാണ് ടെസ്റ്റോസ്റ്റിറോൺ. അപ്പോൾ ഓർക്കുക, ടെസ്റ്റിസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ആൻഡ്രോജൻസ് അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ. ടെസ്റ്റിസിൽ ആരാണ് സെക്രീറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ ഇൻറ്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലൈഡിക് സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ആൻഡ്രോജൻസ്. ആൻഡ്രോജൻസ് എന്തൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ഗ്ലാൻഡിൻ്റെ സ്ട്രക്ചറിനെ ഓർക്കുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അക്സസറി സെക്സ് ഓർഗൻസ് ഉണ്ട്. എപ്പിഡൈഡിമസ് ഉണ്ട്, വാസ് ഡിഫറൻസ് ഉണ്ട്, സെമിനൽ വെസിക്കിൾസ് ഉണ്ട്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഉണ്ട്, യുറീത്ര എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഇതിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഈ ഹോർമോൺ സ്റ്റിമുലേറ്റ് മസ്കുലാർ ഗ്രോത്ത് ഓഫ് ഫേഷ്യൽ ആൻഡ് ആക്സിലറി ഹെയർ, അഗ്രസീവ്നെസ്, ലോ പിച്ച് ഓഫ് വോയിസ്, ഇതൊക്കെ ആൻഡ്രോജൻസ് കൺട്രോൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് എക്സാമ്പിളാണ്. പ്രത്യേകിച്ച് ഓർക്കുക, ടെസ്റ്റിസ് സിന്തസൈസ് ചെയ്യുന്ന ഹോർമോണാണ് ആൻഡ്രോജൻസ്. ഇനി ആൻഡ്രോജൻസിൻ്റെ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് സ്പെർമറ്റോജെനിസിസിന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്, സ്പേംസിൻ്റെ ഫോർമേഷനെ സഹായിക്കുക എന്നുള്ളത്, അതുപോലെ മെയിൽ സെക്ഷുവൽ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. ഇനി ഓവറിയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ രണ്ട് ഹോർമോണാണ് ഈസ്ട്രോജനും പ്രോജെസ്റ്ററോണും. ഓവറിയിൽ ഒവേറിയൻ ഫോളിക്കിൾ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ. ഇത് ഓവേറിയൻ ഫോളിക്കിൾ സെൽസ് ഓവം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ഓവുലേഷൻ കഴിഞ്ഞാൽ, അത് റപ്ചേർഡ് ഒവേറിയൻ ഫോളിക്കിൾ സെൽസ് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡായിട്ട് മാറും. അതിനെ വിളിക്കുന്ന പേരാണ് കോർപ്പസ് ലൂട്ടിയം. അതിൽ കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. ഇപ്പോൾ ഈസ്ട്രോജൻ എന്ന് പറയുന്നത് ഒവേറിയൻ ഫോളിക്കിൾ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ്. ഈസ്ട്രോജൻ എന്ന് പറയുന്നത്, പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. ഇനി ഈസ്ട്രോജൻ്റെ ഫങ്ഷൻസിനെ കുറിച്ച് പറയുമ്പോൾ സ്റ്റിമുലേറ്റ് ഗ്രോത്ത് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ഫീമെയിൽ സെക്കൻഡറി സെക്സ് ഓർഗൻസ്, ഡെവലപ്മെൻറ്റ് ഓഫ് ഗ്രോവിംഗ് ഒവേറിയൻ ഫോളിക്കിൾസ്, അപ്പിയറൻസ് ഓഫ് ഫീമെയിൽ സെക്കൻഡറി സെക്സ് ക്യാരക്ടേഴ്സ്, എക്സാമ്പിൾ ഹൈ പിച്ച് വോയിസ്, മാമറി ഗ്ലാൻഡ് ഡെവലപ്മെൻറ്റ്. ഈസ്ട്രോജൻ ആൾസോ റെഗുലേറ്റ് ഫീമെയിൽ സെക്ഷൽ ബിഹേവിയർ. അപ്പോൾ ഈ ക്യാരക്ടേഴ്സൊക്കെ ഒന്ന് ഈസ്ട്രോജൻ്റെ ക്യാരക്ടേഴ്സ് ആണെന്നൊന്ന് ഓർത്ത് വെച്ചേക്കുക. പ്രൊജസ്ട്രോണിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ പ്രൊജസ്ട്രോൺ സപ്പോർട്ട് പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യുന്ന ഹോർമോണാണ്. ഇംപ്ലാന്റേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. ആൾസോ ആക്ട്സ് ഓൺ ദ മാമറി ഗ്ലാൻഡ്സ് ആൻഡ് സ്റ്റിമുലേറ്റ് ദ ഫോർമേഷൻ ഓഫ് ആൽവിയോളൈ. മാമറി ഗ്ലാൻഡിനകത്ത് ആൽവിയോളയുടെ ഫോർമേഷന് സഹായിക്കുന്ന ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. മിൽക്ക് സെക്രീഷനും സഹായിക്കുന്നു. അപ്പോൾ ഈസ്ട്രോജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും ഫങ്ഷൻസ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ഹോർമോൺസ് ഓഫ് ഹാർട്ട്, കിഡ്നി ആൻഡ് ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്. ഈ ടോപ്പിക്കിൽ നമുക്ക് ഹാർട്ടിൻ്റെയും കിഡ്നിയുടെയും ഹോർമോൺസ് പഠിക്കണം. അതിൽ ഏട്രിയൽ വാൾ ഓഫ് ഹാർട്ട് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഉണ്ട്. ദാറ്റ് ഈസ് ഏട്രിയൽ നാട്രി യൂററ്റിക് ഫാക്ടർ, ഷോർട്ട് ഫോം ANF. ANFൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഡിക്രീസ് ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്ന ഹോർമോണാണ് ANF. ഓർക്കുക, ANF ബ്ലഡ് പ്രഷർ ഡിക്രീസ് ചെയ്യുന്ന ഹോർമോണാണ്. When blood pressure is increased, ANF is secreted, which causes dilation of the blood vessels. This reduces the blood pressure. Blood pressure കുറയ്ക്കുന്ന ഹോർമോണാണ് ANF. അതിൻ്റെ ഫുൾ ഫോം ഓർക്കുക, ഏട്രിയൽ നാട്രി യൂററ്റിക് ഫാക്ടർ. Then juxtaglomerular cells of kidney. Juxtaglomerular cells of kidney produce a peptide hormone called erythropoietin. JGA cells, juxtaglomerular cells, നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. ഗ്ലോമറുലസിൽ എത്തുന്നതിന് മുമ്പ് അഫറൻ്റ് ആർട്ടറിയിൽ കാണുന്ന ചില സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ് ആണ് ജസ്റ്റാഗ്ലോമറുലാർ സെൽസ്. ആ സെൽസിന് ബ്ലഡ് പ്രഷർ റെക്കഗ്നൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അത് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് എറിത്രോപോയിറ്റിൻ. ഇപ്പോൾ പേരിൽ തന്നെയുണ്ട്, അതെന്തിനു സഹായിക്കുന്നതാണ്? എറിത്രോപോയിസിസ്, അതായത് എറിത്രോസൈറ്റിൻ്റെ ഫോർമേഷൻ ഓഫ് RBCക്ക് സഹായിക്കുന്ന ഹോർമോണാണ് ജസ്റ്റാഗ്ലോമറുലാർ സെൽസ്. ഇനി നമുക്ക് ഈ ടോപ്പിക്കുകളിൽ നിന്നും ചോദിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഒബ്സർവ് ദ ഫസ്റ്റ് പെയർ ഓഫ് വേർഡ്സ് ആൻഡ് റൈറ്റ് എ സ്യൂട്ടബിൾ വേർഡ് ഫോർ ദ സെക്കൻഡ്. ഇൻസുലിൻ, ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ. ഇൻസുലിൻ
ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുന്ന ഹോർമോണാണ്, ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോണാണ്. അങ്ങനെയാണെങ്കിൽ ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ ആരാണ്? ഗ്ലൂക്കഗോൺ. TCT തൈറോകാൽസിറ്റോണിൻ ഹൈപ്പോ കാൽസീമിക് ഹോർമോണാണ്. ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്ന ആളാണ് TCT തൈറോകാൽസിറ്റോണിൻ. അങ്ങനെയാണെങ്കിൽ ഹൈപ്പർ കാൽസീമിക് ഹോർമോൺ ആരാണ്? കാൽഷ്യത്തിൻ്റെ അളവ് കൂട്ടുന്നത് പാരാതൈറോയിഡ് ഹോർമോൺ. ഓവർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ജൈജാൻറ്റിസം. ലോവർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ എന്താണ്? ഡോർഫിസം. ഒബ്സർവ് ദ ഫസ്റ്റ് പെയർ ഓഫ് വേർഡ്സ് ആൻഡ് റൈറ്റ് എ സ്യൂട്ടബിൾ വേർഡ് ഫോർ ദ സെക്കൻഡ്. റിലീസിംഗ് ഹോർമോൺ എക്സാമ്പിൾ ആണ് GnRH. ഇൻഹിബിറ്ററി ഹോർമോൺ എക്സാമ്പിൾ ഏതാണ്? സൊമാറ്റോസ്റ്റാറ്റിൻ. മിൽക്ക് സിന്തസൈസിംഗ് ഹോർമോൺ പ്രൊലാക്റ്റിൻ. മിൽക്ക് ഇജക്റ്റിംഗ് ഹോർമോൺ ആരാണ്? ഓക്സിറ്റോസിൻ ആണ് മിൽക്ക് ഇജക്റ്റിംഗ് ഹോർമോൺ. പ്രഗ്നൻസി ഹോർമോൺ പ്രൊജസ്ട്രോൺ. അങ്ങനെയാണെങ്കിൽ ഡെലിവറി ഹോർമോൺ ആരാണ്? ഓക്സിറ്റോസിൻ ആണ് ഡെലിവറി ഹോർമോൺ. ഗ്രോവിംഗ് ഒവേറിയൻ ഫോളിക്കിൾ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഈസ്ട്രോജൻ. എന്നാൽ പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? കോർപ്പസ് ലൂട്ടിയം. ഹോർമോൺ ഓഫ് ഹാർട്ട് ANF എട്രിയൽ നാട്രി യൂററ്റിക് ഫാക്ടർ. അങ്ങനെയാണെങ്കിൽ ഹോർമോൺ ഓഫ് കിഡ്നി ആരാണ്? എറിത്രോപോയിറ്റിൻ. കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ് യൂസിങ് അപ്രോപ്രിയേറ്റ് വേർഡ്സ്. ഡാഷ് ഹോർമോൺ കൺട്രോൾസ് ഡയേണൽ റിതം. ആരാണ്? 24-hour റിതം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോൺ മെലാറ്റോണിൻ. ഇൻസുലിൻ കൺട്രോൾസ് ഡാഷ് ലെവൽ ഓഫ് ബ്ലഡ്. ബ്ലഡിൽ എന്തിൻ്റെ ലെവലാണ്? ഗ്ലൂക്കോസ് ലെവൽ. The secretion of PTH is regulated by parathyroid hormone is regulated by circulating levels of calcium ions. അപ്പോൾ കാൽഷ്യം അയോൺസ് ബ്ലഡിൽ കുറയുമ്പോഴാണ് ആര് സെക്രീറ്റ് ചെയ്യുന്നത്? PTH സെക്രീറ്റ് ചെയ്യുന്നത്, പാരാതൈറോയ്ഡ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്. Mary is about to face an interview, but during the first 5 minutes before the interview, she experiences sweating, increased rate of heartbeat, respiration, etc. Which hormone is responsible for her restlessness? ഒരു ഇൻ്റർവ്യൂ ഫേസ് ചെയ്യാൻ പോവുകയായിരുന്നു മേരി. അപ്പോൾ ഇൻ്റർവ്യൂവിന് മുമ്പ് എന്തൊക്കെ റിയാക്ഷൻസ് ബോഡിയിലുണ്ടായി? സ്വെറ്റിംഗ് ഉണ്ടായി, ഹാർട്ട് ബീറ്റ് കൂടി, റെസ്പിറേഷൻ്റെ റേറ്റ് കൂടി. ഇപ്പോൾ ഒരു സ്ട്രെസ് സിറ്റുവേഷനാണ്. അപ്പോൾ ആ സ്ട്രെസ് സിറ്റുവേഷനിൽ ഏത് ഹോർമോണാണ് അവിടെ ഇൻവോൾവ് ചെയ്യുന്നത്? ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ, ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ, അഡ്രിനാലിൻ ആൻഡ് നോറഡ്രിനാലിൻ. നമ്മൾ നേരത്തെ പഠിച്ചു. എമർജൻസി ഹോർമോൺ ആണ് അഡ്രിനാലിനും നോറഡ്രിനാലിൻ. കംപ്ലീറ്റ് ദ ചാർട്ട് ഷോയിങ് ഹോർമോൺ ആൻഡ് ഹോർമോണൽ ഡിസീസ്. മിക്കവാറുമൊക്കെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഹോർമോണും അതിൻ്റെ ഡിസീസസോ ഹോർമോണും അതിൻ്റെ ഫങ്ഷൻസോ ഒക്കെ ആയിരിക്കും ചോദിക്കുക. ഡോർഫിസം, ലോ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ. ഓവർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ എന്താണ്? ജൈജാൻറ്റിസം. ഗോയിറ്റർ, ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ. ഡയബറ്റിസ് മെലിറ്റസ് എന്താണ്? ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ. ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഡയബറ്റിസ് മെലിറ്റസ്. റൈറ്റ് ദ ഫങ്ഷൻ ഓഫ് FSH ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ. FSHൻ്റെ ഫങ്ഷൻ മെയിലിലും ഫീമെയിലിലും നമ്മൾ മനസ്സിലാക്കി. FSH മെയിലിൽ എന്ത് ചെയ്യും? സ്പെർമറ്റോജെനസിസിന് സഹായിക്കും. ഫീമെയിൽസിൽ ഒവേറിയൻ ഫോളിക്കിൾസിൻ്റെ ഗ്രോത്തിന് സഹായിക്കും. നെയിം ദ സോഴ്സ് ഓഫ് FSH ആൻഡ് LH. ഏതാണ് സോഴ്സ് ഗ്ലാൻഡ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് FSHും LHും. വിച്ച് ഹോർമോൺ ഹെൽപ്സ് ഇൻ ഇൻക്രീസിങ് ബ്ലഡ് കാൽഷ്യം ലെവൽ. ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ ആരാണ്? PTH, പാരാതൈറോയിഡ് ഹോർമോൺ. ലോവറിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഇൻസുലിൻ. എ ഹോർമോൺ റെസ്പോൺസിബിൾ ഫോർ നോർമൽ സ്ലീപ്പ് വേക്ക് സൈക്കിൾ. ഉറക്കവും ഉണരാനും ഒക്കെ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? പറഞ്ഞു. 24-hour റിതം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. ലേഡിക് സെൽസ് പ്രൊഡ്യൂസ് എ ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസ് കാൾഡ്. ലേഡിക് സെൽസ്, ടെസ്റ്റിസിലെ ലേഡിക് സെൽസ് അല്ലെങ്കിൽ ഇൻറ്റർസ്റ്റീഷ്യൽ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസിനെ വിളിക്കുന്ന പേര് ആൻഡ്രോജൻസ്. കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? പ്രൊജസ്ട്രോൺ.
Prolonged hyperglycemia leads to a complex disorder called DASH, which is associated with the loss of glucose through urine and formation of harmful compounds known as ketone bodies. യൂറിനിൽ കൂടെ ഗ്ലൂക്കോസ് പോവുക, കീറ്റോൺ ബോഡീസ് ഉണ്ടാവുക, ഹൈപ്പർഗ്ലൈസീമിയ. എന്താണ് കണ്ടീഷൻ? ഡയബറ്റിസ് മെലിറ്റസ്. ഡയബറ്റിക് പേഷ്യൻസ് ആർ സക്സസ്ഫുള്ളി ട്രീറ്റഡ് വിത്ത് ഡാഷ് ഹോർമോൺ. ഏത് ഹോർമോൺ? ഇൻസുലിൻ ഹോർമോൺ. There are many endocrine glands in human body. Name the glands which is absent in male and one absent in female. ഇപ്പോൾ മെയിൽസിലും ഫീമെയിൽസിലും ആബ്സെൻ്റ് ആയിട്ടുള്ളത് എന്താണ്? എൻഡോക്രൈൻ ഗ്ലാൻഡിൽ നമ്മൾ ഗൊണാഡ്സ് ആണ് അല്ലേ? ടെസ്റ്റിസും ഓവറിയും ഉണ്ട്. മെയിൽസിൽ ടെസ്റ്റിസ് ഉണ്ട്, എന്നാൽ ഫീമെയിൽസിലില്ല. ഫീമെയിൽസിൽ ഓവറി ഉണ്ട്, മെയിൽസിലില്ല. ജോർജ് കംസ് ഓൺ എ വെക്കേഷൻ ടു ഇന്ത്യ ഫ്രം US. The long journey disturbed his biological system and he suffers from jet lag. What is the cause of his discomfort? ഇപ്പോൾ ജോർജ് US-ൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നു. അപ്പോൾ ലോങ് ജേർണിയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ഒരു സ്ലീപ്പ് വേക്ക് സൈക്കിളിന് മാറ്റം ഉണ്ടായി. അതാണ് ജെറ്റ് ലാഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ സ്ലീപ്പ് വേക്ക് സൈക്കിളിന് മാറ്റം ഉണ്ടാക്കുന്ന, ആ ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന ഹോർമോൺ ഏതാണ്? മെലാറ്റോണിൻ. അതിൻ്റെ സെക്രീഷനിലുണ്ടായ ആ ഒരു താളം തെറ്റലിനെയാണ് നമ്മൾ ഈ ഒരു ജെറ്റ് ലാഗ് എന്ന് വിളിക്കുന്നത്. നെയിം ദ ഹോർമോൺ. ഇറ്റ് സ്റ്റിമുലേറ്റ് ദ പ്രോസസ് ഓഫ് ബോൺ റിസോർപ്ഷൻ ഓർ ഡിസൊല്യൂഷൻ ഓർ ഡീമിനറലൈസേഷൻ. ബോൺ റിസോർപ്ഷൻ ഉണ്ടാക്കുന്ന ഹോർമോൺ ഏതാണ്? കാൽഷ്യം അയോൺസ് ബോണിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് അലിയിപ്പിച്ച് ബ്ലഡിലേക്ക് കൊണ്ടുവരുന്ന ഹോർമോണാണ് പാരാതൈറോയിഡ് ഹോർമോൺ. It is rapidly secreted in response to stress of any kind and during emergency situations. ഇപ്പോൾ എമർജൻസി സിറ്റുവേഷൻസിൽ, സ്ട്രെസ് സിറ്റുവേഷൻസിൽ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഏതാണ്? അഡ്രിനാലിൻ. ഇറ്റ് റെഗുലേറ്റ്സ് 24 ഓർ ഡയേണൽ റിതം ഓഫ് അവർ ബോഡി. ഡയേണൽ റിതം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോൺ മെലാറ്റോണിൻ. ഇറ്റ് ആക്ട്സ് മെയിൻലി ഓൺ ഹെപ്പറ്റോസൈറ്റ്സ് ആൻഡ് അഡിപ്പോസൈറ്റ്സ്, cells of adipose tissue, and enhances cellular glucose uptake and utilization. അപ്പോൾ കൂടുതൽ ഗ്ലൂക്കോസ് അപ്ടേക്കും യൂട്ടിലൈസേഷനും ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ, അതായത് ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുന്ന ഹോർമോൺ ഏതാണ്? ഇൻസുലിൻ. ഇങ്ങനെ ഹോർമോൺസുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഫങ്ഷൻ തന്നിട്ട് അതിൻ്റെ ഹോർമോണിൻ്റെ പേരെഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നെയിം ദ ഹോർമോൺ. What is the role played by FSH hormones in males and females respectively? നമ്മൾ ഡിസ്കസ് ചെയ്തു. What is erythropoiesis? Which hormone stimulates its? Erythropoiesis എന്ന് പറയുമ്പോൾ എന്താണ്? സിന്തസിസ് ഓഫ് എറിത്രോസൈറ്റ്സ്, പ്രൊഡക്ഷൻ ഓഫ് എറിത്രോസൈറ്റ്സിനെയാണ് എറിത്രോപോയിസിസ് എന്ന് വിളിക്കുന്നത്. വിച്ച് ഹോർമോൺ സ്റ്റിമുലേറ്റ്സ് ഇറ്റ്സ്? എറിത്രോപോയിറ്റിൻ. കിഡ്നി സെക്രീറ്റ് ചെയ്യുന്ന JGA സെൽസ്, ജസ്റ്റാ ഗ്ലോമറുലാർ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് എറിത്രോപോയിറ്റിൻ. ലിസ്റ്റ് എനി 3 ഹോർമോൺസ് സെക്രീറ്റഡ് ബൈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഏതെങ്കിലും 3 ഹോർമോണിൻ്റെ പേര്. LHO, FSHO, അതുപോലെ തന്നെ TSHO, ACTHO, ഏത് വേണമെങ്കിലും എഴുതാം. സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ ഓർ ഫാൾസ്. ഇഫ് ഫാൾസ് കറക്റ്റ് ഇറ്റ്. ഫാൾസ് ആണെങ്കിൽ കറക്റ്റ് ചെയ്യണം. ADH പ്രിവെൻറ്റ്സ് ഡയൂറസിസ്. ഡയൂറസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? ലോസ് ഓഫ് വാട്ടർ ത്രൂ യൂറിൻ. അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു ADH. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ANF കോസസ് ദ ഇൻക്രീസ് ഓഫ് ബ്ലഡ് പ്രഷർ. ANF എന്ന് പറയുമ്പോൾ ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ. അത് ബ്ലഡ് പ്രഷർ കൂട്ടുന്ന ആളല്ല, ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്ന ആളാണ്. അപ്പോൾ എങ്ങനെ കറക്റ്റ് ചെയ്യണം? ANF കോസസ് ദ ഡിക്രീസ് ഓഫ് ബ്ലഡ് പ്രഷർ എന്ന് കറക്റ്റ് ചെയ്യണം. ഫോളോയിങ് ആർ ദ ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ ടിഷ്യൂസ് അതർ ദാൻ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. Write where it is produced and mention the function of each. ഇത് എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ലാത്ത ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ്. ആരാണിത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അതിൻ്റെ ഫങ്ഷൻ എന്താണ്? ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ മനസ്സിലാക്കി. അത് ഹാർട്ടിൽ ഏട്രിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ്. അപ്പോൾ ഹാർട്ട് എന്ന് പറഞ്ഞാൽ മതി. ഡിക്രീസ് ബ്ലഡ് പ്രഷർ അതിൻ്റെ ഫങ്ഷൻ. എറിത്രോപോയിറ്റിൻ ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നു? JGA സെൽസ്. കിഡ്നിയിലെ JGA സെൽസ്. എന്താണ് അതിൻ്റെ ഫങ്ഷൻ? എറിത്രോപോയിസിസ്, സിന്തസിസ് ഓഫ് RBCs. അനിത saw a poisonous snake on her way to school. She was frightened and her heart and breathing rate increased. ഇപ്പോൾ സ്ട്രെസ് സിറ്റുവേഷൻ്റെ ഒരു എക്സാമ്പിളാണ്.
നെയിം ദ ഹോർമോൺ വിച്ച് ആർ ഡോമിനൻറ്റ് അറ്റ് ദാറ്റ് ടൈം ഇൻ ഹെർ ബ്ലഡ്. അറിയാം, അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ. വിച്ച് എൻഡോക്രൈൻ ഗ്ലാൻഡ് പ്രൊഡ്യൂസസ് ദ ഹോർമോൺ? ഏത് എൻഡോക്രൈൻ ഗ്ലാൻഡാണ്? അഡ്രീനൽ ഗ്ലാൻഡ്. ടു വിച്ച് ഓർഗൻ ദിസ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ഈസ് അറ്റാച്ച്ഡ്? ഏത് ഓർഗനിലാണ് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? കിഡ്നിയിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഫങ്ഷൻസ് ഓഫ് സർട്ടൻ ഹോർമോൺസ് ആർ ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ദ ഹോർമോൺ. റെഗുലേഷൻ ഓഫ് ദ ബേസൽ മെറ്റബോളിക് റേറ്റ്. അതാരുടെ ഫംഗ്ഷനാണ്? തൈറോയിഡ് ഹോർമോണിൻ്റെ, തൈറോക്സിൻ്റെ ഫംഗ്ഷനാണ് ബേസൽ മെറ്റബോളിക് റേറ്റ്. ലോവേഴ്സ് ബ്ലഡ് ഷുഗർ. ബ്ലഡ് ഷുഗർ കുറയ്ക്കുന്ന ഹോർമോൺ ആരാണ്? ഗ്ലൂക്കഗോൺ. ബ്ലഡ് ഷുഗർ കുറയ്ക്കുന്ന ഹോർമോൺ ഇൻസുലിൻ. എമർജൻസി ഹോർമോൺ. എമർജൻസി ഹോർമോൺ അഡ്രിനാലിൻ. ബ്ലഡ് ഗ്ലൂക്കോസ് ഹോമിയോസ്റ്റാസിസ് ഈസ് മെയിൻറ്റെയിൻഡ് ജോയിൻ്റ്ലി ബൈ ദ ടു ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ. ഇൻസുലിനും ഗ്ലൂക്കഗോണുമാണ് ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നെയിം ദ ഗ്ലാൻഡ് വിച്ച് സെക്രീറ്റ് ദിസ് ഹോർമോൺ. ആരാണ് സെക്രീറ്റ് ചെയ്യുന്നത്? ഇൻസുലിനും ഗ്ലൂക്കഗോണും. പാൻക്രിയാസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഹൗ ദീസ് ഹോർമോൺസ് റെഗുലേറ്റ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? ഇൻസുലിൻ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കും. ഇൻസുലിൻ വിൽ ഡിക്രീസ് ദ ഗ്ലൂക്കോസ് ലെവൽ ഇൻ ബ്ലഡ്. ഗ്ലൂക്കഗോൺ എന്ത് ചെയ്യും? ഗ്ലൂക്കഗോൺ വിൽ ഇൻക്രീസ് ദ ഗ്ലൂക്കോസ് ലെവൽ ഇൻ ബ്ലഡ്. എക്സ്പാൻഡ് ദ ഫോളോയിങ് ഹോർമോൺസ്. TSH എന്താണ്? തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ACTH അഡ്രീനോ കോർട്ടിക്കോ ട്രോഫിക് ഹോർമോൺ. ANF ഏട്രിയൽ നാട്രി യൂററ്റിക് ഫാക്ടർ. FSH ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. GnRH ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ. LH ലൂട്ടിനൈസിംഗ് ഹോർമോൺ. FSH ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ACTH അഡ്രീനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ. PRL പ്രൊലാക്റ്റിൻ ആണ്, നമുക്ക് ഫോക്കസ് ഏരിയയിൽ വരുന്നതല്ല. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ആൻഡ് ഡയബറ്റിസ് മെലിറ്റസ്. നേരത്തെ പറഞ്ഞു അല്ലേ? വാസോപ്രസിൻ അളവ് കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലമാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഡയബറ്റിസ് മെലിറ്റസ് ഇൻസുലിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാകുന്ന പ്രോബ്ലമാണ് ഡയബറ്റിസ് മെലിറ്റസ്. റിലീസിംഗ് ഹോർമോൺ ആൻഡ് ഇൻഹിബിറ്ററി ഹോർമോൺ. റിലീസിംഗ് ഹോർമോൺ ആണ് GnRH പഠിച്ചു. ഇൻഹിബിറ്ററി ഹോർമോൺ ആയിട്ട് നമ്മൾ സൊമാറ്റോസ്റ്റാറ്റിൻ പഠിച്ചു. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും ഹോർമോൺസിനെ റിലീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് റിലീസിംഗ് ഹോർമോൺ. അതിൻ്റെ സെക്രീഷൻ സ്റ്റോപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇൻഹിബിറ്ററി ഹോർമോൺ. നെയിം ദ ഹോർമോൺ ഹൂസ് ഡെഫിഷ്യൻസി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോളോയിങ്. ഡോർഫിസം. ഡോർഫിസം ഏത് ഹോർമോണാണ്? ഗ്രോത്ത് ഹോർമോൺ. ഡയബറ്റിസ് മെലിറ്റസ് ആരാണ്? ഇൻസുലിൻ. ഡയൂറസിസ് ആരാണ്? ADH അഥവാ വാസോപ്രസിൻ. അക്രോമെഗലി അത് ഡെഫിഷ്യൻസി അല്ല, ആക്ച്വലി അത് എന്താണ്? ഓവർ സെക്രീഷൻ കൊണ്ടുണ്ടാകുന്നതാണ് അക്രോമെഗലി. ലൈക്ക് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ, PTH ആൻഡ് കാൽസിറ്റോണിൻ ആർ antagonistic in their action in maintaining blood calcium level. Substantiate your answer. ഇൻസുലിനെയും ഗ്ലൂക്കഗോണിനെയും പോലെ PTH കാൽസിറ്റോണിനും അത് ഓപ്പോസിറ്റാണ് അതിൻ്റെ ആക്ഷനിൽ. PTH എന്താണ്? പാരാതൈറോയിഡ് ഹോർമോൺ. പാരാതൈറോയിഡ് ഹോർമോൺ ബ്ലഡിലെ കാൽഷ്യത്തിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യിപ്പിക്കും. കാൽസിറ്റോണിൻ തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ. കാൽസിറ്റോണിൻ ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ അളവ് ഡിക്രീസ് ചെയ്യിപ്പിക്കും. റൈറ്റ് എനി 2 എക്സാമ്പിൾസ് ഫോർ ദ ഫോളോയിങ്. ഹോർമോൺസ് വിച്ച് കൺട്രോൾ ബ്ലഡ് ഷുഗർ ലെവൽ. ആരൊക്കെയാണ്? ഇൻസുലിനും ഗ്ലൂക്കഗോണും. ഹോർമോൺ വിച്ച് കൺട്രോൾ ബ്ലഡ് കാൽഷ്യം ലെവൽ. ആരൊക്കെയാണ്? പാരാതൈറോയിഡ് ഹോർമോണും കാൽസിറ്റോണിനും. ദ ഔട്ട്പുട്ട് ഓഫ് യൂറിൻ ഇൻക്രീസ് ഇൻ കോൾഡ് ഡേയ്സ് വൈൽ ഡിക്രീസ്ഡ് ഇൻ ഹോട്ട് ആൻഡ് സണ്ണി ഡേയ്സ്. ക്യാൻ യു ഗീവ് ദ റീസൺ ഫോർ ദിസ് ഫിനോമിനൻ ആസ് റിയലൈസ്ഡ് ഫ്രം ദ ഗ്രാഫ് ഗിവൺ ബിലോ. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രാഫിൽ കാണാം, ടെമ്പറേച്ചർ എക്സ് ആക്സിസിൽ കാണിച്ചിട്ടുണ്ട്, വൈ ആക്സിസിൽ ADH ലെവലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ADHൻ്റെ ലെവലും കൂടുന്നു. അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ ടെമ്പറേച്ചർ കുറയുമ്പോൾ ADHൻ്റെ ലെവലും കുറയുന്നു. അതായത് കോൾഡ് ഡേയ്സിൽ ADHൻ്റെ ലെവൽ കുറവായിരിക്കും, ഹോട്ട് ഡേയ്സിൽ ADHൻ്റെ ലെവൽ കൂടുതലായിരിക്കും. അപ്പോൾ കൂടുതൽ വാട്ടർ റീഅബ്സോർഷന് വേണ്ടിയാണ് ഈ ADH ലെവൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കൂടുന്നത് എന്ന് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുക. ലൈക്ക് PTH ആൻഡ് കാൽസിറ്റോണിൻ ഇൻസുലിൻ പറഞ്ഞ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ്. തൈറോക്സിനുമായിട്ട് ഇവിടെ മാച്ച് ചെയ്യാൻ പറ്റുന്നത് ആരാണ്? തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ട്. ഇനി അതിൻ്റെ ഫങ്ഷനുമായിട്ട് ബന്ധപ്പെട്ടോ ഇവിടെ എന്തുണ്ട്? റെഗുലേറ്റ് ബേസൽ മെറ്റബോളിക് റേറ്റ് ഉണ്ട്. ഓക്സിറ്റോസിനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ട്.
അതിൻ്റെ ഫങ്ഷൻ കോൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽസ്. ഇനി ഇവിടെ ഓവറി സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ, ഇവിടെ ഇപ്പുറത്ത് ഫങ്ഷൻ കൊടുത്തിട്ടുണ്ട്, സപ്പോർട്ട് പ്രഗ്നൻസി. ഏതാണത്? പ്രോജസ്ട്രോൺ. ഇനി ഇവിടെ തൈറോക്സിനുമായിട്ട് ബന്ധപ്പെട്ട് ഗ്ലാൻഡിൻ്റെ പേരാണ് എഴുതാൻ ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഗ്ലാൻഡ്? തൈറോയിഡ് ഗ്ലാൻഡ്. അതുപോലെ ഇവിടെ അഡ്രിനാലിനുമായിട്ട് ബന്ധപ്പെട്ടും ഗ്ലാൻഡിൻ്റെ പേരാണ് എഴുതാൻ ചോദിച്ചിരിക്കുന്നത്, അഡ്രീനൽ ഗ്ലാൻഡ്. ഇവിടെ പാൻക്രിയാസുമായിട്ട് ബന്ധപ്പെട്ട് ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ, ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടുന്ന ഹോർമോണാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ ആൻസർ ഏതാണ്? ഗ്ലൂക്കഗോൺ. ഇതും അതുപോലത്തെ ഒരു ചാർട്ടാണ്. പാൻക്രിയാസ്, ഗ്ലൂക്കഗോൺ, ഗ്ലൂക്കഗോണിൻ്റെ ഫങ്ഷൻ ഇൻക്രീസസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ഇവിടെ തൈമോസിൻ, ഇമ്മ്യൂണിറ്റി. തൈമസ് ഗ്ലാൻഡ് നമുക്ക് ഫോക്കസ് ഏരിയയിലില്ല, എന്നാലും ഗ്ലാൻഡിൻ്റെ പേര് തൈമസ് ഗ്ലാൻഡ്. ഇവിടെ പീനിയൽ ഗ്ലാൻഡ്. പീനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ 24 hour ഡയേണൽ റിതം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോൺ മെലാറ്റോണിൻ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഓക്സിറ്റോസിൻ. ഫങ്ഷൻ നമുക്ക് കോൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽസ് എഴുതാം. ഇവിടെ പാരാതൈറോയിഡ് ഹോർമോൺ, അതിൻ്റെ ഗ്ലാൻഡ് പാരാതൈറോയിഡ് ഗ്ലാൻഡ്, ഇൻക്രീസസ് കാൽഷ്യം ലെവൽ. തൈറോയിഡ് ഗ്ലാൻഡ് കൊടുത്തിട്ടുണ്ട്, തൈറോ കാൽസിറ്റോണിൻ കൊടുത്തിട്ടുണ്ട്. ഫങ്ഷൻ എന്താണ്? ഡിക്രീസസ് ബ്ലഡ് കാൽഷ്യം ലെവൽ. Name the hormone whose deficiency is responsible for the following. Dwarfism. Dwarfism ഏതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ്? ഗ്രോത്ത് ഹോർമോൺ. ഡയബറ്റിസ് മെലിറ്റസ് ഏതിൻ്റെ ഡെഫിഷ്യൻസിയാണ്? ഇൻസുലിൻ. ക്രെറ്റിനിസം അത് തൈറോയിഡ് ഡെഫിഷ്യൻസിയാണ്, നമുക്ക് ഫോക്കസ് ഏരിയയിൽ വരുന്നില്ല. ഡയൂറസിസ് ഏതിൻ്റെ ഡെഫിഷ്യൻസിയാണ്? ADHൻ്റെ ഡെഫിഷ്യൻസിയാണ്. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ്. എല്ലാവരും നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് പരീക്ഷ എഴുതാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. For video lessons, please subscribe TLP's biology classes. Thank you.